ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാജ്യത്ത് സുപ്രധാനമായിട്ടുള്ളൊരു സംഭവം 2026-ലും 27-ലുമായിട്ട് സംഭവിക്കാൻ പോവുകയാണ്. അതായത് 2011 അവസാനമായിട്ട് നമ്മളുടെ നാഷണൽ സെൻസസ് കണ്ടക്ട് ചെയ്ത വർഷമായിരുന്നു. 2026-ലും 27-ലും രണ്ട് ഫേസ് ആയിട്ട് അടുത്ത സെൻസസ് നടത്തുവാൻ വേണ്ടി യൂണിയൻ ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 11,718 കോടി രൂപയുടെ സാങ്ഷൻ അല്ലെങ്കിൽ 11,718 കോടി രൂപ യൂണിയൻ ക്യാബിനറ്റ് ഈ സെൻസസ് പർപ്പസിന് വേണ്ടി സാങ്ഷൻ ചെയ്തിട്ടുള്ളതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. രണ്ട് ഫേസ് ആയിട്ടാണ്, 2026-ലും 2027-ലുമായിട്ട്. നമുക്കറിയാം, ഇന്ത്യയിലെ സെൻസസ് കാലാകാലങ്ങളായിട്ട് നടക്കുന്നതാണ്. 1948-ലെ സെൻസസ് ആക്ട് അനുസരിച്ചും അതുപോലെ തന്നെ 1990-ലെ സെൻസസ് റൂളും അനുസരിച്ചാണ് സെൻസസ് നമ്മുടെ രാജ്യത്ത് നടത്തുന്നത്. ഈ രാജ്യത്തെ ഏറ്റവും വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുന്നത്, വളരെ വിശാലമായിട്ടുള്ള എല്ലാ വ്യത്യസ്തമായിട്ടുള്ള ഡേറ്റ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെക്കുറിച്ച്, അവരുടെ ഹൗസിങ്, ഡെമോഗ്രഫി, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, മൈഗ്രേഷൻ, സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായിട്ട് കോംപ്രഹെൻസീവായിട്ട് കണ്ടക്ട് ചെയ്യപ്പെടുന്ന വലിയൊരു ഡേറ്റ കളക്ഷൻ പ്രോസസ്സാണ് നമ്മളുടെ ഇന്ത്യയിലെ സെൻസസ് എന്ന് പറയുന്നത്. 2027 അല്ലെങ്കിൽ 26 27 നടത്താൻ പോകുന്ന സെൻസസ് ഇന്ത്യയുടെ 16-ാമത്തെ സെൻസസ് ആണ്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസിന് ശേഷം നടത്തുന്ന 8-ാമത്തെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിലേക്കാണ് കേന്ദ്ര ഗവൺമെൻറ് 11,718.24 കോടി രൂപ ഇപ്പോൾ സാങ്ഷൻ ചെയ്തിരിക്കുന്നത്. ഇത് 2011-ലാണ് അവസാനം നമ്മളുടെ രാജ്യത്ത് സെൻസസ് നടന്നത്. ഇത് രണ്ട് ഫേസായിട്ട് നടക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഡാറ്റ കളക്ഷൻ അതുപോലെ തന്നെ ഈ പറഞ്ഞ മോണിറ്ററിങ്ങും എല്ലാം കഴിഞ്ഞ 2011-ലെ സെൻസസിനേക്കാളും വ്യത്യസ്തമായിട്ട്, കാരണം ഇപ്പം നമുക്കറിയാം ടെക്നോളജിയുടെയൊക്കെ ഉപയോഗം വളരെ സമഗ്രമായിട്ട് ഗവൺമെൻറ് എല്ലാ തലത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് മൊബൈൽ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമും ഒക്കെ ഉപയോഗിച്ച് ഡാറ്റ കളക്ഷനും അതുപോലെ തന്നെ മോണിറ്ററിങ്ങും ഒക്കെ നടത്താനാണ് പരിപാടി. ഹോം മിനിസ്ട്രിയാണ് ഇതിൻ്റെ ശരിക്കുള്ള അതോറിറ്റി എന്ന് പറഞ്ഞാൽ. ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ 2026 വരെയും, അതുപോലെ തന്നെ പോപ്പുലേഷൻ എന്യൂമറേഷന് 2027 ഫെബ്രുവരിയിലായിരിക്കും നടത്തുന്നത്. എന്നുവെച്ചാൽ ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് നമ്മളുടെ വീടുകളെ കുറിച്ചുള്ള സെൻസസ് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ 2026-ലും, അതുപോലെ പോപ്പുലേഷനെ കുറിച്ചുള്ള ജനസംഖ്യയെക്കുറിച്ചുള്ള എന്യൂമറേഷന്, അതിന് എന്യൂമറേഷനാണ് പറയുന്നത്, അത് 2027-ലും ഫെബ്രുവരിയിൽ നടത്താനാണ് പരിപാടി. ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ചില സ്ഥലങ്ങൾ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ, അതായത് മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളൊക്കെ എന്യൂമറേഷൻ 2026 സെപ്റ്റംബറിൽ തന്നെ നടത്തുവാനുള്ള പരിപാടിയും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇന്ത്യയിലെ സ്ഥലങ്ങളിലൊക്കെ തന്നെ എന്യൂമറേഷൻ 2027 ഫെബ്രുവരിയിലായിരിക്കും നടത്തുന്നത്. ഏകദേശം 30 ലക്ഷത്തോളം ആൾക്കാരെ ഇതിനുവേണ്ടി വിന്യസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ നമുക്കറിയാം, എല്ലാ പ്രാവശ്യവും സ്കൂൾ ടീച്ചേഴ്സിനെയാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഒഫീഷ്യൽസിനെയും, സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഒഫീഷ്യൽസിനെയൊക്കെ തന്നെ ഈ എന്യൂമറേഷൻ പർപ്പസിനും സെൻസസ് പർപ്പസിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഡോർ ടു ഡോർ എക്സസൈസ് ആയിരിക്കും. എല്ലാ വീടുകളിലും വന്നിട്ട് വിവരങ്ങൾ ശേഖരിച്ച് പോരുക എന്നുള്ളതായിരിക്കും പതിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ പ്രാവശ്യം ടെക്നോളജി, മൊബൈൽ ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സെൽഫായിട്ട് എന്യൂമറേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഈ പ്രാവശ്യമുണ്ട്. അപ്പോൾ അവർ ഈ ഡോർ ടു ഡോർ ഡാറ്റ കളക്ഷൻ വരുന്ന സ്കൂൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സൂപ്പർവൈസേഴ്സ് ഉണ്ട്, ട്രെയിനേഴ്സ് ഉണ്ട്, സെൻസസ് ഓഫീസേഴ്സ് ഉണ്ട്. അത് സബ് ഡിസ്ട്രിക്ട് ലെവല്, ഡിസ്ട്രിക്ട് ലെവല്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവൽ, ഈ 3 തലത്തിലായിട്ടാണ് ഇതിൻ്റെ ഹൈറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്റ്റേറ്റ് ലെവല്, ഡിസ്ട്രിക്ട് ലെവല്, സബ് ഡിസ്ട്രിക്ട് ലെവല്, ഉപജില്ല, ജില്ല, ഉപജില്ല, ഈ 3 തലത്തിൽ നിന്നാണ് ഇതിൻ്റെ ഈ സെൻസസിൻ്റെ അല്ലെങ്കിൽ എന്യൂമറേഷൻ്റെ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് സെൻസസ് ഓഫീസേഴ്സ് ഉണ്ട്, ട്രെയിനേഴ്സ് ഉണ്ട്, സൂപ്പർവൈസേഴ്സ് ഉണ്ട്. അവരായിരിക്കും ഈ പറഞ്ഞ
ഈ ഡോർ ടു ഡോർ എക്സസൈസ് ഡാറ്റ കളക്ഷന് വേണ്ടി വരുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ അതുപോലെ ഓഫീഷ്യൽസിനെയൊക്കെ അവർ ലീഡ് ചെയ്യുകയും അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇപ്രാവശ്യം ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡാറ്റ കളക്ഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും, അതായത് ആൻഡ്രോയിഡ് അതുപോലെ തന്നെ OS പ്ലാറ്റ്ഫോം രണ്ടും ഉപയോഗിച്ചുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും, അതുപോലെ തന്നെ സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം, അതൊരു സെൻട്രൽ ഗവൺമെന്റ് മോണിറ്ററിംഗ് പോർട്ടലാണ്. അപ്പം അതെല്ലാം ഈ പറഞ്ഞ സെൻസസിനെ കുറിച്ചുള്ള പ്രോഗ്രസ് എല്ലാം റിയൽ ടൈമിൽ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് അത്. അപ്പോൾ അത് നമുക്ക് ഈ പ്രാവശ്യം ടെക്നോളജിയുടെ സഹായത്തോടുകൂടി ആയിരിക്കും ഈ സെൻസസും എന്യൂമറേഷനും കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് സെൽഫ് എന്യൂമറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാകും. അത് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയൊക്കെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഇത് ചെയ്യാം. അതിനുള്ള സൗകര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ് ഒരുക്കുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. ഈ ചേഞ്ചസ് ഒക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ പറഞ്ഞ ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡാറ്റയുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും അത് പ്രോസസ്സിംഗ് ടൈം കുറയ്ക്കാൻ സാധിക്കും. അതെപ്പോഴും നമുക്കറിയാം, ടെക്നോളജി ഉപയോഗിക്കും തോറും നമുക്ക് ഏത് മേഖലയിലായാലും ആ പ്രോസസ്സിംഗ് ടൈം അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ടൈം, ഇവിടെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രയവിക്രയം എന്നുള്ളതല്ല, മണി ട്രാൻസാക്ഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് പല മേഖലകളിലും പ്രോസസ്സിംഗ് ടൈം കുറയ്ക്കാം, ട്രാൻസാക്ഷൻ ടൈം കുറയ്ക്കാം. അതുപോലെ തന്നെ പോളിസി പ്ലാനിങ്, ഗവൺമെൻറ് തലത്തിലുള്ളവർക്കൊക്കെ തന്നെ പോളിസി പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ പെട്ടെന്ന് അക്സസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും രാജ്യം വികസിക്കുന്നതിനനുസരിച്ച്, രാജ്യം പുരോഗമിക്കുന്നതിനനുസരിച്ച്, രാജ്യത്ത് ഈ പറഞ്ഞ സാങ്കേതികപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതിനനുസരിച്ച് എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെ നമുക്കിവിടെയും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം അത് സെൻസസിൻ്റെ കാര്യത്തിലും ഇപ്രാവശ്യം ഒരു ഈ പറഞ്ഞ ടെക്നോളജിയുടെ ഉപയോഗവും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള മാറ്റങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഇവിടെയും വീക്ഷിക്കാൻ സാധിക്കും. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോർമാറ്റിൽ ആയിരിക്കും ഇപ്രാവശ്യം സെൻസസ് ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്നത്. വില്ലേജ്, വാർഡ് ലെവലിലൊക്കെ തന്നെ ഡാറ്റ അവൈലബിൾ എന്നുവെച്ചാൽ വില്ലേജിനെ കുറിച്ചും വാർഡുകളെ കുറിച്ചും ഒക്കെയുള്ള കൃത്യമായിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമാകുന്ന രീതിയിലായിരിക്കും ഈ പറഞ്ഞ ഡാറ്റ കളക്ഷൻ ഇപ്രാവശ്യം ഗവൺമെൻറ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സെൻസസ് ആസ് എ സർവീസ് മോഡൽ എന്നുള്ള രീതിയിലാണ്. അതായത് എല്ലാ മിനിസ്ട്രീസിനും, കേന്ദ്രതലം മുതൽ സംസ്ഥാന തലത്തിലുള്ള അതുപോലെ തന്നെ മറ്റ് തദ്ദേശീയമായിട്ടുള്ള എല്ലാ തലത്തിലും മിനിസ്ട്രീസിൽ, ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ക്ലീൻ മെഷീൻ റീഡബിൾ ഡാറ്റ അഡ്മിനിസ്ട്രേറ്റീവ് യൂസിന് വേണ്ടി, എന്നുവെച്ചാൽ ഭരണ കാര്യങ്ങൾക്ക് വേണ്ടി, അത് നമുക്ക് പഞ്ചായത്ത് ലെവലിലായാലും ശരി, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലായാലും ശരി, ജില്ലാ തലത്തിലായാലും ശരി, അപ്പം എല്ലാ തലത്തിലും അഡ്മിനിസ്ട്രേഷൻ സുഗമമാക്കുന്നതിന് വേണ്ടി ഇൻഫർമേഷനും ഡാറ്റയൊക്കെ വളരെ ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കും ക്ലീൻ ഡാറ്റ, അതുപോലെ തന്നെ മെഷീൻ റീഡബിൾ ഡാറ്റ. അപ്പോൾ ഇതൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മളുടെ സെൻസസും പോപ്പുലേഷൻ എന്യൂമറേഷനും എല്ലാം, അതിൻ്റെ റിസൾട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇനി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കാസ്റ്റ് എന്യൂമറേഷൻ ഈ പ്രാവശ്യം നടത്തും എന്നുള്ളതാണ്. 2027 സെൻസസ് കാസ്റ്റ് എന്യൂമറേഷനും ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ജനങ്ങളുടെ ജാതി കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി ജാതി കൂടെ ഉൾപ്പെടുത്തി ഈ രാജ്യത്ത് എത്ര ജാതിയുണ്ട്, ഏതെല്ലാം ജാതിയിൽ ഏതെല്ലാം ആൾക്കാരുണ്ട്, എത്രത്തോളം ആൾക്കാരുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും അതോട് ഉൾപ്പെടുത്തുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ പിന്നെ ഭരണ സൗകര്യങ്ങൾക്കപ്പുറം ഇത് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് പിന്നെ അതിനനുസരിച്ചുള്ള സോഷ്യൽ എഞ്ചിനീയറിങ് ചെയ്യാനും സാധ്യമാകും എന്നുള്ള ഒരു വശം കൂടി ഇതിനുണ്ട്. അപ്പോൾ ഈ കാസ്റ്റ് സെൻസസ് അല്ലെങ്കിൽ കാസ്റ്റ് എന്യൂമറേഷൻ, കാരണം കാസ്റ്റ് പൊളിറ്റിക്സ് ഓൾറെഡി നമ്മുടെ രാജ്യത്തുണ്ട്. ആ കാസ്റ്റ് പൊളിറ്റിക്സിന് നമുക്ക് കൂടുതൽ, കാരണം ഡേറ്റയാണല്ലോ ഇന്നത്തെ ഏറ്റവും വലിയ ക്യാപിറ്റൽ അല്ലെങ്കിൽ റിസോഴ്സ് എന്ന് പറയുന്നത്. ഡേറ്റ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഡേറ്റ ആവശ്യമുള്ള ആൾക്കാർക്ക് അവർക്ക് തീർച്ചയായിട്ടും ഏത് തരത്തിലുള്ള അവരുടെ തീരുമാനങ്ങളിലേക്ക് അവർക്ക്
ഫലവത്തായിട്ടുള്ള തീരുമാനങ്ങൾ എത്തിച്ചേരാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതുപോലുള്ള മാനിപ്പുലേഷൻസ് നടത്താൻ, അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ നടത്താൻ ആവശ്യമായിട്ടുള്ള ഡാറ്റ ഏതും അവർക്ക് സ്വീകാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സെൻസസ് നടത്തുക എന്നുള്ളത് ഭരണതലപ്പത്തിലിരിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ തന്നെ ഈ സെൻസസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പോപ്പുലേഷൻ നെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിനും ഒക്കെ തന്നെ വളരെ ഫലപ്രദമായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ഫ്ലിപ്പ് സൈഡ് ഉണ്ട് ഇതിന്. അപ്പോൾ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ് ആണ് ഈ പറഞ്ഞ കാസ്റ്റ് ഡേറ്റ ഇലക്ട്രോണിക്കലി കളക്ട് ചെയ്യും അല്ലെങ്കിൽ എന്ന് തീരുമാനമെടുത്തത് പോപ്പുലേഷൻ എനുമറേഷൻ സ്റ്റേജിൽ. രണ്ട് വശമുണ്ട്. ഹൗസ് ലിസ്റ്റിങ്ങും ഹൗസിനെ കുറിച്ചുള്ള സെൻസസ് ഉണ്ട്, പിന്നെ പോപ്പുലേഷൻ എന്യൂമറേഷൻ ഉണ്ട്. അപ്പോൾ പോപ്പുലേഷൻ എന്യൂമറേഷൻ നടക്കുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ കാസ്റ്റ് ഡേറ്റയും കളക്ട് ചെയ്യപ്പെടുമെന്ന് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ് ആണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് രാജ്യത്തിൻ്റെ സോഷ്യൽ ഡെമോഗ്രാഫിക് ഡൈവേഴ്സിറ്റിയെ കുറിച്ച് അറിയാൻ വേണ്ടി, കൃത്യമായിട്ട് ഉള്ള അറിവ് ലഭിക്കാൻ വേണ്ടി, അതിനനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ എളുപ്പമാക്കുവാൻ കഴിയും എന്നുള്ള ഒരു വാദഗതി അല്ലെങ്കിൽ ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പോസിറ്റീവ് സൈഡ്, ഇത് കുറേ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കോടിയിൽ പരം മാൻഡേയ്സ് എന്ന് പറഞ്ഞാൽ തൊഴിലുകൾ. ഇപ്പോൾ ഒരു മാൻഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിക്കൂറാണ്. സ്റ്റാൻഡേർഡ് മാൻ അവർ അല്ല, മാൻഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു ദിവസം ജോലി ചെയ്യുന്ന സ്റ്റാൻഡേർഡ് പിന്നെ അവേഴ്സിനെയാണ് മാൻഡേ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള 1 കോടി മാൻഡേയ്സ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. ടെക്നിക്കൽ സപ്പോർട്ട് സ്റ്റാഫ് എല്ലാവരും ഉൾപ്പെടുന്ന ലോക്കൽ നമ്മുടെ പഞ്ചായത്ത് മുതൽ മേപ്പോട്ട് തലത്തിൽ അവർ ഇതിനകത്തിൽ എൻഗേജ് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് 1 കോടിയിൽ പരം മാൻഡേയ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ ഡിജിറ്റൽ ഡാറ്റ ഹാൻഡ്ലിങ്ങിലെ കപ്പാസിറ്റി ബിൽഡിങ്ങും ഇത് സാധ്യമാക്കും എന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അവകാശവാദം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മളുടെ സെൻസസ് 2027 ഇത് അറിയപ്പെടുന്നത്. അത് 16-ാമത്തെ സെൻസസ് ആണ്. നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ 8-ാമത്തെ പ്രാവശ്യമാണ്. അപ്പം ഭാരതത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് 8 പ്രാവശ്യം ഇത് കണ്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇത് 8-ാമത്തെ സെൻസസ് ആയിരിക്കും. സെൻസസ് 2027 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞത് സെൻസസ് ആക്ട് 1948 സെൻസസ് ആക്ട് അനുസരിച്ചും 1990 സെൻസസ് റൂൾ അനുസരിച്ചായിരിക്കും ഈ സെൻസസ് നടത്തപ്പെടുന്നത്. അപ്പോൾ അത് രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും സമഗ്രമായിട്ടുള്ള പ്രൈമറി ഡാറ്റ കളക്ഷനാണ്. ജനങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ സമഗ്രമായിട്ടുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട സമഗ്ര കാര്യങ്ങൾ, ഹൗസിങ്, ഡെമോഗ്രഫി, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, മൈഗ്രേഷൻ, സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്. ഇപ്പോൾ കാസ്റ്റ് ഉൾപ്പെടുന്നുണ്ട്. കാസ്റ്റ് എന്യൂമറേഷൻ അല്ലെങ്കിൽ കാസ്റ്റ് സെൻസസ് നടത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ, A to Z വിവരങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ ഈ സെൻസസിൽ കൂടെ കളക്ട് ചെയ്ത് അതിനെ വലിയൊരു ഡാറ്റാബേസ് ആക്കി മാറ്റിയെടുക്കുക, എന്നിട്ട് അതിനെ ഭരണ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, അഡ്മിനിസ്ട്രേഷൻ കൂടുതൽ സുഗമമാക്കുന്നതിന് വേണ്ടി. കാരണം ഏത് കാര്യത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ. ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റ എങ്ങനെ ഈ പൊളിറ്റീഷ്യൻസും പൊളിറ്റിക്കൽ ക്ലാസ്സും ഒക്കെ എങ്ങനെ മിസ്ഹാൻഡിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിനെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അവരുടെ പർപ്പസിന് വേണ്ടി, അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ അതിനെ മിസ്ഹാൻഡിൽ ചെയ്യുന്നു, മിസ്യൂസ് ചെയ്യുന്നുള്ള ഒരു ഫ്ലിപ്പ് സൈഡ് എന്നല്ല, പോസിറ്റീവ് സൈഡ് ഉണ്ട് തീർച്ചയായിട്ടും. കാരണം ഭരണകൂടത്തിന് ആ രാജ്യത്തെ ജനങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഡാറ്റ വളരെ അത്യാവശ്യമാണ്. എല്ലാ രാജ്യത്തും മോറോലെസ് എല്ലാ രാജ്യത്തും നടക്കുന്നുണ്ട്. കാരണം ഈ സെൻസസ് എന്ന് പറയുന്ന പരിപാടി, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏതെങ്കിലും രാജ്യത്തെ ജനങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവ് അവിടുത്തെ ഭരണകൂടത്തിനില്ലെങ്കിൽ, എത്ര ആൾക്കാരുണ്ട്, അവർ ഏത് തരക്കാരാണ്, ഇല്ലേ, അവരെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആ ഭരണകൂടത്തിനില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ രാജ്യത്തെ ഭരണചക്രം
വളരെ എഫക്റ്റീവായിട്ട്, എഫക്റ്റീവ് എന്നല്ല, ഒരു പരിധി വരെ അവർക്ക് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ രാജ്യത്തെ ഭരിക്കാൻ അവർക്ക് സാധിക്കത്തില്ല. അപ്പോൾ ഡാറ്റ കളക്ഷൻ, പോപ്പുലേഷൻ്റെ ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ രാജ്യത്തെ പൗരന്മാരെ കുറിച്ചുള്ള ഡാറ്റ കളക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇന്ന് നമുക്കറിയാം ഡാറ്റ ഏതെല്ലാം രീതിയിൽ പിന്നെ ദുരുപയോഗം ചെയ്യപ്പെടാം, ആർക്കെല്ലാം ഇത് പിന്നെ മറിച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഇല്ല മറിച്ച് വിറ്റ് ഇത് തീർച്ചയായിട്ടും. കാരണം ഇന്ന് ഡാറ്റ ജനങ്ങളെക്കുറിച്ചുള്ള, കാരണം ഡാറ്റ ജനങ്ങളെക്കുറിച്ചാണല്ലോ ഉള്ളതും വേണ്ടതും തീർച്ചയായിട്ടും. അപ്പം ജനങ്ങളെക്കുറിച്ചുള്ള ഡാറ്റ ആർക്കെല്ലാം ഉപയോഗപ്പെടും എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ലോകത്ത് ഡാറ്റയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും. ഓക്കെ, എന്നിരുന്നാത്തിൻ്റെയും സെൻസസ് നമ്മുടെ രാജ്യത്തിന് അത്യാവശ്യമുള്ളതാണ്. കാരണം അത് തീർച്ചയായിട്ടും കാലാകാലങ്ങളിൽ അതാത് കാലത്ത് നിലനിൽക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് കോണ്ടക്ട് ചെയ്യുന്നതാണ്. 2011 അവസാനമായി നമ്മളെ ഇന്ത്യയിൽ സെൻസസ് നടത്തിയത്. അന്ന് നമുക്ക് ഉണ്ടായിരുന്നതിനേക്കാളും മാറ്റങ്ങളൊക്കെ രാജ്യത്തിന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട്, നമ്മളുടെ സോഷ്യോ ഇക്കണോമിക് കണ്ടീഷൻസ് മാറിയിട്ടുണ്ട്, ടെക്നോളജി മാറിയിട്ടുണ്ട്, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ, ജനങ്ങളുടെ ജീവിത രീതിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സമഗ്രമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള പൂർണ്ണമായിട്ടുള്ളൊരു ഡാറ്റ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സെൻസസ് 2027, 26, 27 രണ്ട് കാലഘട്ടങ്ങളിലായിട്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിനുവേണ്ടി 11,718 കോടി രൂപ യൂണിയൻ ക്യാബിനറ്റ് സാങ്ഷനാക്കി എന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് തൽക്കാലം പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. ഇനിയും തീർച്ചയായിട്ടും ഏതായാലും ഇത് ഡിസൈഡ് ചെയ്യപ്പെട്ടു. അപ്പം തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനനുസരിച്ച് നമുക്ക് ഷെയർ ചെയ്യാം. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.